ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തോണ്ടാണ്. സത്യം, നമ്മൾ ഇപ്പോൾ കേരള ബ്രദേഴ്സിലേക്ക് നമ്മൾ ചില സമയത്ത് അങ്ങനത്തെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പിള്ളേർ വരുന്ന സമയത്ത് പെട്ടെന്ന് പിള്ളേരെ കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ എടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേരള ബ്രദേഴ്സിൽ. നിങ്ങളെല്ലാവരും പോയി കാണണം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തണം. കാരണം നമ്മുടെ സമൂഹത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജാണ് ഞങ്ങൾ ആ വീഡിയോയിൽ കൂടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനും കേട്ടതിന് ശേഷം മുഴുവനും കേൾക്കുക. പകുതിക്ക് വെച്ച് കേട്ടിട്ട് ഓരോന്ന് പറയാതെ അതിലുള്ള ഫുൾ ഞങ്ങൾ എന്താണ് പറയുന്നത്, എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് മുഴുവനും കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, കുറച്ച് നാളുകളായി, ഒരു 2-3 ആഴ്ച ആയെന്ന് തോന്നുന്നു നമുക്ക് ഈ സംഭവം കിട്ടിയിട്ട്. പക്ഷെ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ തന്നെ ഉള്ളല്ലോ, അറിയാലോ. അപ്പൊ എല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണോണ്ട് നമുക്ക് സമയം കിട്ടില്ല എടുക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ രാത്രി ഏകദേശം 9:15 കേട്ടോ. ഗബ്രൂട്ടിന് ഉറങ്ങിയിട്ടില്ല, പിള്ളേരോട് അപ്പുറത്തിന് TV കാണുക. അപ്പൊ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വന്നേക്കുന്ന സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രൂട്ടിന് വന്ന ഡ്രസ്സുകളാട്ടോ. ഗബ്രൂട്ടിന്റെ ആദ്യത്തെ ഓണക്കോടിയാണ്. അപ്പോൾ ഇത് ഒരു ടീഷർട്ടും നിക്കറുമാണെന്ന് തോന്നുന്നു. അതിലൊരു ഇതുണ്ട്, അത് കാണിച്ചാ അല്ല, ഇത് കുറിപ്പടം ഒന്ന് എടുത്തോട്ടിച്ചാ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓണാശംസകൾ. അത് വായിച്ചേപ്പിച്ചോ? ഞാൻ വായിക്കാവേ. ഗബ്രു മാലാഹ കുഞ്ഞിന് എന്റെയും കുടുംബത്തിന്റെയും അഡ്വാൻസ് ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗബ്രൂട്ടിന് വന്ന ടീഷർട്ട്. പിന്നെ ഇത് ഗബ്രൂട്ടിന് വന്ന നിക്കർ. ഇത് ഒരു ഗിഫ്റ്റ്. കളറില്ല ഇതിനകത്ത്, നല്ല കളർ തോന്നിക്കുന്നല്ലേ. ലൈറ്റ് ആട്ടോ, ലൈറ്റ് കളറാണ് വന്നേക്കുന്നത്. പിന്നെ ഇതൊരു ഗിഫ്റ്റ്. പിന്നെ വന്നേക്കുന്നത് ഇതാണ്. ഞാൻ വന്നതിൻ്റെ അന്ന് ഞാനും അമ്മയും കൂടെ പൊട്ടിച്ച് നോക്കി. അമ്മ ഉള്ളപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടീഷർട്ട് ഇതിപ്പം കറക്റ്റാണ്. മറ്റേത് ഇച്ചിരി വലുതാണ്. മറ്റേത് പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നിക്കർ കറക്റ്റ് ആവും അവന്. മറ്റേതിൽ സൂട്ടാൻ വെച്ചിട്ട് പാടാം. അല്ല, ടീഷർട്ടും കുറച്ച് വലുതാണ്. ടീഷർട്ട് കുറച്ച് വലുതാണ്. കുറച്ച് വലുതാണ് ടീഷർട്ട്. നമുക്ക് ഗബ്രൂട്ടിനെ കാണുന്ന പോലെയല്ല, വണ്ണം ഇല്ലെങ്കിലും ഗബ്രൂട്ടിന് ഇത്തിരി നീളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും വലിയ ഡ്രസ്സാണ് എടുക്കുന്നത്. 20 സൈസ് 18 സൈസൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത് അയച്ചതാരാന്ന് പറയാവേ. കാരണം ഞാൻ ചോദിച്ചപ്പോൾ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് എറണാകുളത്തുള്ള മുംതാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ അയച്ചതാണ്. ആ സിസ്റ്ററുടെ മക്കളുടെ പേര് ഞാൻ പറയാം. അതിൽ, അമൽ, മിലൻ എന്ന കുട്ടികളുടെ അമ്മയാണ്. അതേനെ കുട്ടികളുടെ അമ്മയാണ് ഇത് അയച്ചിരിക്കുന്നത്. പിള്ളേരുടെ പേര് പറയണമെന്ന് നമ്മളടുത്ത് പറഞ്ഞത്. അതിലെന്നല്ല, സോറി, 2 മക്കളെ ഉള്ളു കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാ. അമൽ മിലൻ അതിൽ നിന്നുള്ളത് പേരല്ല കേട്ടോ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. മുംതാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. സിസ്റ്ററുടെ മക്കളുടെ പേരാണ് അമൽ ആൻഡ് മിലൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ പറയുമ്പോൾ എൻ്റെ മക്കളുടെ പേരൊന്ന് പറയുമെന്ന് ഞങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഈഗോ പ്രോബ്ലം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മളടുത്ത് ഇപ്പോൾ കമൻറ്റ് ഇട്ടതിന് ശേഷം എൻ്റെ പേര് പറയുമെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പറയാറുണ്ട്. നമ്മൾ അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും. നമ്മൾ പറയാതിരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. അങ്ങനത്തെ ഉള്ള ഒരു അഹങ്കാരം ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ക്രെഡിറ്റും നമ്മുടെ വീഡിയോസ് കാണുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാരുമാണ്. നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ പണ്ട് തൊട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിയൊക്കെ തന്നെ, നമ്മുടെ മോണിറ്റൈസേഷൻ ആകുന്നതിന് മുൻപേ ഉള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മള് പരിചയം ഒക്കെ ആയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴും അതുപോലെ ഇപ്പൊ നമ്മളെപ്പോഴും എല്ലാ തവണയും വിളിക്കുന്ന കുറച്ച് നമ്മുടെ അടുത്ത കുറച്ച് ആൾക്കാരുണ്ട്.
അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഭയങ്കരമായിട്ട് സംസാരിക്കും. അത് ഇവിടെ അങ്ങ് നടന്നു പോയി അതിലെല്ലാം മണിക്കൂറോളം സംസാരിക്കും. എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ പണ്ടത്തെ ഒരു ഇത് പറയാം. പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി ചൈൽഡിഷ് ക്യാരക്ടറായിരുന്നു, ആരുടെ മിണ്ടത്തില്ല. ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലൊക്കെ നിന്ന് ഇങ്ങനെ സംസാരിക്കും, വീഡിയോ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ സംസാരിക്കും എന്നുള്ളതല്ലാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പാവാണ്. ഒട്ടും ഞാൻ മിണ്ടൂല, ആരുടെ അങ്ങനെ മിണ്ടുന്ന ക്യാരക്ടറല്ല. ഒരിത്തിരി എന്താ പറയുന്നത്, അതിനൊക്കെ വേറൊരു പേര് പറയുമല്ലോ, ഇത്തിരി ഞാനിങ്ങനെ അധികം ബഹളമുള്ളിടത്തൊന്നും പോവാത്ത, അല്ലെങ്കിൽ അധികം കൂട്ടൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു കൂട്ടത്തിലുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെ വീഡിയോയിലില്ല. ആകെ വരുന്നത് ഇടയ്ക്ക് നാസി മാത്രമാണ്. നാസിയാണ് എനിക്ക് ആകെയുള്ള കൂട്ടുകാരനെ പറയാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഷമീർ, മിഥുൻ, ഇവരൊക്കെ എന്ന് വെച്ചാൽ ഗൾഫിലാണ്. അങ്ങനെ കൂട്ടുണ്ടെങ്കിലും അവർ നാട്ടിലില്ലാത്ത ആൾക്കാരാണ്. ആകെയുള്ള കൂട്ട്, നാട്ടിലുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ നാസി മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൂട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ഒതുങ്ങിക്കൂടി കഴിയുന്ന കൂട്ടത്തിലുള്ളൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും ആരെങ്കിലും അനാവശ്യം പറയുകയോ മോശം പറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യാൻ പോകാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി കൊടുക്കും. അതിലിപ്പം അഹങ്കാരം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടാണോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കലും അഹങ്കാരം കൊണ്ടല്ല, എനിക്ക് എൻ്റെ വീട്ടുകാരുള്ള സ്നേഹമുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് തമാശ വന്നൊരു കമൻറ്റാണ്. ഡോറ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡോറ അത് മൈൻഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര രസം തോന്നിയൊരു കമൻറ്റാട്ടോ. അതിലൊരു വ്യക്തി ഇട്ടേക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഒന്നും പറയില്ലേ, അവർക്ക് നെഗറ്റീവ് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലെന്ന്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ എന്താ ഞാൻ പറയട്ടെ, ഈ ലോകത്ത് ഒരാൾക്കും അവരെ മോശം പറയുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. ലോകത്തിൽ ഒരു 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ 99.9% പേർക്കും അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരും. ചിലർ പ്രതികരിക്കും, ചിലർ പ്രതികരിക്കില്ല. എന്നെ സംബന്ധിച്ച് പ്രതികരണ ശേഷി കുറച്ച് കൂടുതലുള്ള ഒരാളാണ് ഞാനെന്ന് വെച്ചാൽ. അങ്ങനെ പ്രതികരിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. ഇല്ല, സംഗതി എന്ന് വെച്ചാൽ ഞാൻ ആരുടെ അടുത്ത് ഒന്നിനും പോകാറില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചറിയാം. ഞാൻ ആരുടെ അടുത്തും വഴക്കിന് പോകത്തില്ല, ബഹളത്തിന് പോകത്തില്ല, ഒന്നിനും ഞാൻ പോകത്തില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും. പക്ഷേ നമുക്ക് അതിൽ ഇടപെട്ടേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാനതിൽ ഇടപെടാറുമുണ്ട്. എന്നുള്ളതല്ലാതെ ഈ ഭാഗത്ത് വന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ ആർക്കും സത്യം പറഞ്ഞാൽ അറിയില്ല. അങ്ങനെയാണ് ഞാൻ ഒതുങ്ങിക്കൂടി കഴിയുന്നത്. അപ്പോൾ ഒരാളടുത്തും പ്രശ്നത്തിന് പോകാത്ത എൻ്റെ അടുത്ത് ആരെങ്കിലും പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യവും തോന്നും, സങ്കടം തോന്നും. ഞാൻ അതിനെതിരെ പ്രതികരിക്കും, ഇല്ല എന്നല്ല. പക്ഷേ അതിനപ്പുറം പ്രത്യേകിച്ച് ഒരു കാര്യത്തിനും ഞാൻ പോകുന്ന കൂട്ടത്തിലല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സ്വഭാവം കൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. എൻ്റെ സ്വഭാവം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സ്വഭാവം കൊണ്ടാണ് നെഗറ്റീവ് കമൻറ്റ് വരുന്നതെങ്കിൽ എന്നെയാണ് പറയേണ്ടത്, എന്നെയാണല്ലോ അനാവശ്യം പറയേണ്ടത്, എന്നെയാണല്ലോ മോശം പറയേണ്ടത്. പക്ഷേ നമുക്ക് വന്നിട്ടുള്ള കമൻറ്റുകളെല്ലാം എല്ലാവർക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഗബ്രൂട്ടനെയും നമ്മുടെ ഡോറയും കുറിച്ചാണ് കൂടുതലും മോശം വന്നത്. പിന്നെ എനിക്ക് വന്നിട്ടുള്ളത് ഞാൻ കള്ളനാണ്, ഉടായിപ്പാണ്. അതെൻ്റെ സ്വഭാവം കൊണ്ട് വന്നതാണോന്നൊന്നും എനിക്കറിയില്ല. കള്ളനാണ്, ഉടായിപ്പാണ്, ഇതാണ് എനിക്ക് വന്നിട്ടുള്ള കമൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലർക്ക് ചെറിയ സംശയങ്ങൾ തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഇതാണ്. ഞാൻ ഇത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അത് ഫ്രണ്ട്ഷിപ്പ് ആയാൽ ഞാൻ ഇങ്ങനെ നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതല്ല ജസ്റ്റ് ഒരു പരിചയമുള്ളെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവിടെ കൊണ്ട് ഞാൻ നിർത്താറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ നല്ല അടുത്ത ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സായിട്ട് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ഡോറയായിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് മൈൻഡിൽ ഫോൺ വിളിക്കാൻ ഒരുപാട് സംസാരിക്കും, പക്ഷെ അടുത്തിരിക്കുമ്പോൾ അധികം സംസാരിക്കത്തില്ല. ഡെലിവറിക്ക് വേണ്ടി വീട്ടിൽ പോയ സമയത്ത് ഇച്ചാൻ ഫോൺ വിളിക്കുമ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇച്ചാൻ ഒരുപാട് നേരം സംസാരിക്കും. പിന്നെ ഇച്ചാൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വിളിക്കാമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ട് വിളിക്കത്തില്ല. അത് അപ്പോഴും അതെ ഇപ്പോഴും അത് തന്നെ പരിപാടി. അല്ലാതെ അങ്ങനെ സംസാരിക്കുന്ന ഫോണിൽ കൂടെ ഒരുപാട് സംസാരിക്കും. പണ്ട് ഒരുപാട് സംസാരിക്കുമായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ 1 മണിക്കും 1:30 വരെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നിട്ട് ലാസ്റ്റ് ആരെങ്കിലും ഒരാൾ ഉറങ്ങും. എന്നുവെച്ചാൽ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് മയങ്ങിയതിന് ശേഷമായിരിക്കും ഒന്നുകിൽ അവൾ ഫോൺ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യുക. അങ്ങനെയായിരുന്നു പണ്ട്. അങ്ങനെയായിരുന്നു കുറേ നേരം എന്ന് വെച്ചാൽ കുറേ നേരം ഞങ്ങൾ സംസാരിക്കും. ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ ഞാൻ ആരോടും സംസാരിക്കാറ്. ഫോണിൽ കൂടെ ഉള്ള സംസാരം ഇപ്പം എൻ്റെ കുറവാണ്. ഫോൺ ഉപയോഗം ഇപ്പം കൂടുതലുള്ളതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ, പിന്നെ എന്തെങ്കിലും ഐഡിയാസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഷോർട്സും കാര്യങ്ങളും കാണും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇപ്പോൾ കൂടുതലും ഫോൺ ഉപയോഗം. പിന്നെ ഗെയിം കളിക്കും. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് സ്ട്രെക്സ് വായിന്ന് വേറെ വാക്ക് വീണ് പോയെന്നെ. അപ്പോൾ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുള്ളത് കൊണ്ട്
സ്ട്രെസ്സ് അതുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരം ഗെയിം കളിക്കും. അപ്പം കുറച്ച് എൻ്റെ മൈൻഡൊക്കെ ക്ലിയർ ആവാറുണ്ട്. ഇപ്പം പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ ഒതുങ്ങി വരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ നേരത്തെ അത്രയും ടെൻഷനില്ല. പക്ഷേ എന്നാലിപ്പോഴും മറവിയുണ്ട്. ഈ മറവി അങ്ങോട്ട് മാറുന്നില്ല. ഞാനിപ്പം കുറേയൊക്കെ ഞാൻ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് വീഡിയോസായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴും വീഡിയോസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക, വീഡിയോസിൻ്റെ കാര്യങ്ങൾ പറയുക, നാസി അടുത്താണെങ്കിലും ഇവളുടെ അടുത്താണെങ്കിലും, അതുപോലെ തന്നെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുക, കൊച്ചിൻ്റെ കൂടെ കൂടുതൽ നേരം ഇപ്പോൾ ചിലവഴിക്കുക, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അങ്ങോട്ട് നേരത്തെ ഉണക്ക് ആ ഒരു പഴയ ക്യാരക്ടറിലോട്ട് എനിക്ക് വരാനായിട്ട് പറ്റുന്നില്ല. എന്നാ സംഗതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് ഇങ്ങനെ കുട്ടിത്തം കാണിച്ച് നടക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എപ്പോഴും കുട്ടിത്തം കാണിച്ച് നടക്കുമായിരുന്നു. അതിനൊക്കെ എല്ലാവരും പറയും. നാസിയ ഇവളുടെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് ഇനിയെങ്കിലും മെച്യൂരിറ്റി ആവും, ഇനിയെങ്കിലും എന്താ ഭർത്താവിനാണ് അങ്ങനെ എന്താ പറഞ്ഞിട്ടില്ലേ, പിള്ളേരെ പോലെ അല്ലാതെ പെരുമാറുന്നൊക്കെ. ഇപ്പം ഈ ഇടയ്ക്ക് നമ്മളാണെങ്കിൽ കേരള ബ്രദേഴ്സിലിട്ട ഒരു വീഡിയോസിനകത്തും അവൻ പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചായി, പക്ഷേ ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ലെന്ന്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരുന്നു എൻ്റെ ക്യാരക്ടർ. പക്ഷെ കുറേയൊക്കെ ചേഞ്ചായി വന്നു. എന്ത് ചെയ്യാനാ, പ്രാരാബ്ദങ്ങളും കുടുംബത്തിലെ. ആർക്ക് പ്രായമായി? എനിക്ക് പ്രായമായെന്ന് ആരും പറയത്തില്ല കേട്ടോ. അത് പറയത്തില്ല, അതിന്റെ അഹങ്കാരം അതെ, എവിടെ പോയാലും ഇപ്പം ഞാനും നാസിയും പോവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും അനിയനാണോന്ന് ചോദിക്കുന്നത്. ഞാനും നാസിയും തമ്മിൽ 10 വയസ്സുണ്ട്. അതായത് ഞാൻ നാസിയേക്കാളും 10 വയസ്സിന് മൂത്തയാണ്. പക്ഷേ ഞാനും നാസിയും കൂടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ നാസിയുടെ അനിയനാണോന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയാണോ കിളവീനെയാണോ കെട്ടിയത്. അതെ, സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിട്ടുള്ളൂ. ഡയറക്റ്റ് ഒന്നും ഒരാളും ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് കാണാൻ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അവൻ ഒരു വട്ടം കൂടി, അല്ലെങ്കിൽ അവളായാലും ഒരു വട്ടം കൂടി ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം പിന്നെ കാണിക്കില്ല. അതിനൊക്കെ ഞാൻ മിടുക്കനാണ് കേട്ടോ, അതിനൊക്കെ ഞാൻ നല്ല മിടുക്കനാണ്. അതുകൊണ്ടായിരിക്കും അഹങ്കാരി എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് കമൻ്റ് ഇട്ട ആൾക്കാരുടെ ഹിസ്റ്ററി നോക്കിയ സമയത്ത് കുറച്ചൊക്കെ നമ്മളുമായിട്ട് കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേര് വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ എന്തുദ്ദേശത്തിലാണ് ഇടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾ എങ്ങനെയെങ്കിലും യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോവുക. ഒരു തരത്തിലും നമ്മൾ ജീവിക്കരുത്, നമ്മളൊരു തരത്തിലും ജീവിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അത് നമുക്കറിയാം, ജീവിച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഒരു ചെറിയ സന്തോഷ വാർത്തയാണ്. അത് ഒരു എന്താ പറയുന്നത്, ഒരു 2% ഒക്കെ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ സംഗതി. 2%, വെറും 2% ആയിട്ടുള്ളൂ പറയാം. അപ്പോൾ ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നായകനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനിതുവരെ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. ആരെയും കിട്ടിയില്ലെങ്കിലും ഞാൻ പറഞ്ഞോളൂ. ഇനി എന്തോ പറയാൻ നായികനെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. നായികനെ ഇനി തപ്പണം. നമ്മളപ്പം നായികയ്ക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു വീഡിയോ ഇടണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നായികയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. ഇത് ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് ഇനിയൊരു നടനെയും വേണം, ഒരു നായികയും വേണം, മെയിൻ ഹീറോയിനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊരു വീഡിയോ ഇടണമെന്നുണ്ട്. കൊല്ലത്തുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടണം എന്നുണ്ട്. എന്തായാലും ഞങ്ങൾ താന്നല്ല പോകുന്നത്. ഞങ്ങൾ കുറച്ച് വെച്ച് അതായത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഞങ്ങളിങ്ങനെ മേളോട്ട് കയറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരുപാട് തവണ, അതായത് ഞങ്ങൾ മേളിൽ പോയിട്ട് പിന്നെ വീണിട്ടുണ്ട്, വീണ്ടും ഞങ്ങൾ മേളിൽ പോയിട്ടുണ്ട്, വീണ്ടും ഞങ്ങൾ വീണിട്ടുണ്ട്. ഏണിയും മേളോട്ട് പോകുമ്പോൾ പാമ്പ് വഴിക്ക് താഴെ കൊണ്ടിരുന്നു ഉണക്ക്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ കയറി വരും. കാരണം ഇപ്പം എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കുറച്ച് ടീംസിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസമുണ്ട് കുറച്ചുകൂടെ ഞങ്ങൾക്ക് കയറി വരാൻ പറ്റുമെന്ന്. അടുത്ത ആഴ്ച അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാവും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. നമ്മൾ അഥവാ ഷോർട്ട് ഫിലിം എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം അത് എടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും വേണം. പിന്നെ അതുപോലെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നും ഇപ്പോൾ പറയുന്നില്ല കേട്ടോ. എല്ലാം ഒന്ന് ശരിയായതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും. കാരണം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോയിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ അത് ഏകദേശം ക്ലിയർ ആയിട്ടിരിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ കൺഫേം ആയിട്ടിരിക്കുന്ന കാര്യമാണ്. ആൾക്കാരെയൊക്കെ കിട്ടുന്നത്.
പ്രൊഡ്യൂസർ ആരാ? ആരാ? അത് 3 പേരുണ്ട്. അത് 3 പേരുണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. പൊട്ടത്തൊന്നുമില്ല, അങ്ങനെ പൊട്ടത്തില്ല. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പണ്ട് സ്കൂളിൽ കഥാരചന ഇപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല ഇപ്പം അതൊന്നും പറ്റത്തില്ല. അതിൻ്റെയൊക്കെ ട്രിക്ക് അല്ല, ആ ഒരു ടച്ചൊക്കെ വിട്ടുപോയി. കഥാരചന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ നിമിഷ നേരം കൊണ്ട്. പിന്നെ നോവൽസ്, ഞാനാണെങ്കിൽ നോവൽ എഴുതിയിട്ട് എൻ്റെ സ്കൂളിലെ PT മാഷെ കൊണ്ട് ഞാൻ വായിപ്പിച്ച് ഓരോ ദിവസത്തിലും കൊണ്ട് നോവൽ എഴുതി കൊടുത്തിട്ട് വായിപ്പിച്ചിട്ട് അപ്രിഷ്യേറ്റ് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതാ അമ്മയോട് ചോദിച്ചു നോക്കിയാൽ മതി, അമ്മ പറഞ്ഞുതരും. ഞാൻ ഭയങ്കര നോവലിസ്റ്റ് ആയിരുന്നു പണ്ട്. അതാ ഞാനങ്ങ് അമേരിക്കയിൽ ലണ്ടനിൽ കിടക്കേണ്ട ആരാളായിരുന്നു. ഇന്ത്യനെ പിന്നെ മറ്റേ നമ്മുടെ കേരള ബ്രദേഴ്സിനകത്ത് ഇടാൻ വേണ്ടി എന്തോ ഒരു സ്റ്റോറി പോലെ എന്തോ എഴുതിയില്ലായിരുന്നു, അത് പബ്ലിഷ് ചെയ്തായിരുന്നു. അതിനകത്ത് ഇട്ടില്ല, ചെറിയൊരു സ്റ്റോറി ഇട്ടുള്ളൂ, അതിന്റെ ഒരു ചെറിയ ഭാഗം ഇട്ടുള്ളൂ. ഒരു ഭാഗം ഇട്ടു, സെക്കൻഡ് എഴുതണമായിരുന്നു. അല്ല അത് എഴുതി വെച്ചിരുന്നു. അതിന്റെ ഒരു 1/4 ഭാഗത്തുള്ള സ്റ്റോറി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് സ്റ്റോറി ഇട്ടിട്ട് അധികം റീച്ച് ഇല്ലായിരുന്നത് കൊണ്ട് എനിക്ക് പിന്നെ ഒരു തണുപ്പ മൈൻഡായി പോയി. പക്ഷെ സ്റ്റോറി അത്യാവശ്യം എനിക്ക് നല്ല, നമ്മുടെ കേരള ബ്രദേഴ്സിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു നാഗത്തിൻ്റെ കാവൊക്കെ വെച്ചിട്ടായിരുന്നു അത് എഴുതിയത്. അത് ഒരു ചെറിയൊരു ഭാഗം ഇട്ടുള്ളൂ, എനിക്കൊന്ന് 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ ചെറിയൊരു ഭാഗം അതിനകത്ത് ഇട്ടിട്ടുള്ളായിരുന്നു. പക്ഷേ ബാക്കി എഴുതാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നാന്ന് വെച്ചാൽ ആ വീഡിയോക്ക് അധികം റീച്ച് കിട്ടിയില്ല. നമുക്ക് ഈ റീച്ച് കിട്ടുമ്പോഴാണല്ലോ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് താല്പര്യം തോന്നുന്നത്. അതുകൊണ്ട് അത് റീച്ച് കിട്ടാഞ്ഞതുകൊണ്ട് അതങ്ങനെ വിട്ടു. പിന്നെ ബാക്കി നമ്മൾ കേരള ബസ്സിൽ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ മുന്നോട്ട്. പിന്നെ വെച്ചാൽ അതൊക്കെ കൂടുതലും ഞാൻ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ കൂടുതൽ നമ്മൾ കേരള ബ്രദേഴ്സിൽ ഇട്ടതിന് വെച്ചാൽ നമുക്ക് ചാനൽ എങ്ങനെയും മോണിറ്റൈസേഷൻ ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അതിന് കൂടുതലായിട്ട് വാച്ച് അവർ വേണമായിരുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് വാച്ച് അവർ കിട്ടണമെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇടണം തോന്നിയതുകൊണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ള ഇട്ടത്. അത് ഇട്ടതുകൊണ്ട് എന്തായാലും ഉപകാരമായി, നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പേയ്മെൻറ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ കിട്ടുമ്പം നമ്മളൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ആ ചാനലിൽ കേരള ബ്രദേഴ്സ് ചാനലിൽ കിട്ടുമ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. കാരണം ഫസ്റ്റ് ആ ചാനൽ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞാൻ നാസിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം നമ്മളാണെങ്കിൽ, എനിക്കും കഷ്ടപ്പാടുണ്ട് നാസിക്കും കഷ്ടപ്പാടുണ്ട്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതിനകത്ത് നിന്ന് ഒരു വിഹിതം നമ്മളാണെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്തുനിന്ന് ഒരു വിഹിതം നമ്മൾ മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ഞങ്ങൾ കിട്ടുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഐഡിയ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത് അന്ന് ഞങ്ങളത് ചെയ്തിട്ട് നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ മുന്താസ് സിസ്റ്ററിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഗബ്രൂട്ടന് നല്ലൊരു ഡ്രസ്സ് അയച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമാവും നമ്മുടെ ഗബ്രൂട്ടന്. അഡ്വാൻസ് ഹാപ്പി ഓണം. അതുപോലെ മക്കൾക്ക് ഞങ്ങളുടെ ഹായ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും ദിവസം ഈ കവറിൽ തന്നെ വെച്ച് നമ്മൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ ഈ കവറിൽ തന്നെ നമ്മൾ അതിൻ്റെ മടക്ക് പോലും നമ്മൾ കളഞ്ഞിട്ടില്ല. കിട്ടിയിട്ട് നമുക്ക് 2-3 ആഴ്ചയായി. സിസ്റ്റർക്ക് അയച്ചു തന്ന സിസ്റ്റർക്ക് തന്നെ അറിയാൻ പറ്റും അത്. ഇതുവരെ അതിൻ്റെ മടക്ക് പോലും കളയാതെ നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് നമ്മുടെ ഗബ്രൂട്ടന് അയച്ചു തന്നിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഗബ്രൂട്ടന് ഗിഫ്റ്റും കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ട്. അതിൽ അയച്ചു തന്നിട്ടുള്ള പല ഗിഫ്റ്റുകൾ ഇന്നും ഞങ്ങളാണെങ്കിൽ അതേ പെട്ടിക്കകത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ചില ഡ്രസ്സൊക്കെ വലുതാണ്. അപ്പോൾ ഗബ്രൂട്ടൻ ഇങ്ങനെ വലുതായി വരുന്ന സമയത്ത് ആ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. ഡ്രസ്സുകളെല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ഡ്രസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ പിന്തുണച്ച് നിൽക്കുന്ന എല്ലാവരോടും ഒരുപാട് കടപ്പാടും നന്ദിയും സ്നേഹവും എന്നും ഉണ്ടായിരിക്കും. നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ജാടയോ മറ്റോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും തന്നെ കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ നമ്മളോട് ആർക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടാലും, നമ്മളെ കാണണമെന്ന് ആവശ്യപ്പെട്ടാലും നമ്മൾ നമ്പർ കൊടുക്കാറുണ്ട്, ഫോൺ നമ്പർ കൊടുക്കാറുണ്ട്, അഡ്രസ്സ് കൊടുക്കാറുണ്ട്. നമുക്കതിനകത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് ജാട കാണിക്കാനൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണക്കാരാണ്. പല ആൾക്കാരും ഫാൻസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഫാൻസ് അല്ല, നമ്മുടെ ഫാൻസ് എന്ന് ഒരിക്കലും പറയണ്ട. നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പർ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓരോ ആൾക്കാരും വിളിക്കുമ്പോൾ സിസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ
നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മളെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ നമ്മുടെ TVMലെ ആൻറ്റിയൊക്കെ. ആൻറ്റിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആൻറ്റിയുടെ പേര് പറയില്ലെന്ന് ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. TVMലെ ആൻറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരമ്മയും ഒക്കെ ആണെങ്കിൽ ആ കൂട്ടത്തിലുള്ളതാണ്. ഈ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ജസ്റ്റ് കണ്ണൂരമ്മേനെ ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അമ്മയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അമ്മയുടെ മോൻ സിനിമാടനെ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അമ്മേനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ കണ്ണൂരമ്മേനെ നേരിട്ട് കണ്ടിട്ടില്ല, TVM ആൻറ്റിയെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഭയങ്കര സപ്പോർട്ടെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കരമായിട്ട് നമ്മളടുത്ത് ഓരോ കാര്യം ഇപ്പം മോനെ സർജറിയുടെ കാര്യം വന്നപ്പോഴാണ് ഓരോന്ന് വന്നപ്പോഴും നമ്മളെ അപ്പം വിളിക്കും, നമ്മൾ ഒരുപാട് നേരം നമ്മുടെ അടുത്ത് സംസാരിക്കും. ഇപ്പം പോലും വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആൻറ്റി വിളിച്ച് TVMലെ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പോലും ഞാൻ കട്ട് ചെയ്ത് വിട്ടേ, വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വിട്ടേ. ഇനി ഇത് എടുത്തതിന് ശേഷം വേണം ആൻറ്റിയെ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആൻറ്റി എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. വീഡിയോ എടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വിട്ട്, സോറി ആൻറ്റി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണേ. അതുപോലെ നമ്മുടെ കേരള ബ്രദേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മുടെ കേരള ബ്രദേഴ്സിലെ വീഡിയോസ് മാക്സിമം കാണാൻ ശ്രമിക്കുക. എങ്കിലേ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഇത് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വരുമാനം വെച്ചിട്ടൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.